മന്ത്രിമാർക്ക് ഓഫീസിന് പിന്നാലെ മന്ത്രി മന്ദിരങ്ങളും അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് തൊട്ടടുത്തുള്ള പമ്പയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അനുവദിച്ചത്. ക്ലിഫ് ഹൌസിന് തൊട്ടടുത്തുള്ള അശോകയാണ് സണ്ണി ജോസഫിന് അനുവദിച്ചത്. കെ മുരളീധരന് സാനഡു, എ.പി. അനിൽകുമാറിന് കാവേരി, പി.സി. വിഷ്ണുനാഥിന് നിള എന്നിങ്ങനെ നീളുകയാണ് മന്ത്രിഭവനങ്ങൾ. കഴിഞ്ഞ സർക്കാരിൽ പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് താമസിച്ചിരുന്ന ക്ലിഫ് ഹൌസിന് തൊട്ടടുത്തുള്ള പമ്പയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തുള്ള അശോകയാണ് സണ്ണി ജോസഫിന് അനുവദിച്ചത്. എം. ലിജുവിന് അജന്ത, റോജി എം. ജോണിന് ഗ്രേസ്, ടി. സിദ്ദിഖ് ഓഫ് ഗംഗ, കെ.എ. തുളസിക്ക് പ്രശാന്ത്, ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൌസ്, ഒ.ജെ. ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ് എന്നിങ്ങനെയാണ് കോൺഗ്രസ് മന്ത്രിമാരുടെ ഭവനങ്ങൾ. ലീഗ് മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ലൈൻട്രസ്റ്റും എൻ. ഷംസുദ്ദീന് നെസ്റ്റ്, കെ.എം. ഷാജിക് പൗർണമി, പി.കെ. ബഷീറിന് ഉഷസ്, വി.ഇ. അബ്ദുൽ ഗഫൂറിന് കവടിയാർ ഹൌസ് തുടങ്ങിയ മന്ദിരങ്ങളാണ് അനുവദിച്ചത്. മോൻസ് ജോസഫിന് പെരിയാർ, ഷിബു ബേബി ജോണിന് എസൻഡേൻ, സി.പി. ജോണിന് റോസ് ഹൌസ് തുടങ്ങിയ ഔദ്യോഗിക ഭവനങ്ങളാണ് ലഭിച്ചത്. അതേസമയം മുൻ മന്ത്രിമാർ താമസമൊഴിഞ്ഞ കെട്ടിടങ്ങളിലെല്ലാം അറ്റകുറ്റപ്പണി വേണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചത്. മോടി പിടിപ്പിക്കൽ വേണ്ട, അത്യാവശ്യം അറ്റകുറ്റപ്പണികൾ മതിയെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായാൽ മന്ത്രിമാർ ഔദ്യോഗിക ഭവനങ്ങളിലേക്ക് താമസം മാറും.